ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചി കുണ്ടന്നൂരിൽ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കാൻ മരട് നഗരസഭയുടെ നീക്കം. 2 ദിവസത്തിനകം ഒഴിഞ്ഞു പോകാനാണ് നിർദ്ദേശം. മരട് നഗരസഭ ആരോഗ്യ വിഭാഗമാണ് വ്യാഴാഴ്ച 5 മണിക്ക് മുൻപ് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയത്. കുറുവ മോഷണ സംഘാംഗം സന്തോഷ് ചെൽവത്തെ ഇവിടെ നിന്ന് പിടികൂടിയ സാഹചര്യത്തിലാണ് നടപടി. മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിക്കുന്ന കർണാടക സ്വദേശികളെയാണ് ഒഴിപ്പിക്കുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ, അവിടെയുള്ള ആളുകൾ എത്ര കാലമായി കഴിയുന്നവരാണ്? അവരോട് എവിടേക്ക് മാറാനാണ് ആവശ്യപ്പെടുന്നത്? പകരം എവിടെയെങ്കിലും മാറാനുള്ള സാഹചര്യമുണ്ടോ അവർക്ക്? സുജയ, ഇവരോട് താൽക്കാലികമായി ഇപ്പോൾ നഗരസഭ ഒരുക്കുന്ന താവളത്തിലേക്ക് മാറാനാണ് മരട് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരട് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവർ കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഈ ഒരു കുടുംബത്തിൽ 10 പേരുണ്ട്. ഈ 10 പേരും കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. 2 വൃദ്ധരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒപ്പം തന്നെ ഇവിടെയും ഉപജീവനം നടത്തി ജീവിക്കുന്ന യുവാക്കളുണ്ട്. എത്ര കാലമായി ഇവിടെ? 3 കൊല്ലം ഇവിടെ തന്നെ ഉണ്ടാവും. ഒഴിപ്പിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ മാറുമോ? മാറും. എവിടെ അറിയില്ല, വീട് നോക്കട്ടെ, നോക്കാൻ പോകും. മത്സ്യബന്ധനം നടത്തി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് വന്നത്? അതന്നെ പണി നമ്മൾക്ക്. മീൻ പിടിക്കുന്നേ പണി, പിന്നെ ഒന്നും പണിയില്ല നമ്മൾക്ക്, അതിനെ പണി. സുജയ, ഇവിടെ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവർ ഈ മത്സ്യബന്ധനം കുട്ടവള്ളത്തിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. ഇവിടെ വല നെയ്യുന്നതെല്ലാം ഇവർ മത്സ്യബന്ധനം നടത്തുന്ന ഇവിടുത്തെ അംഗങ്ങളാണ്. ഇവരെ 2 ദിവസത്തിനകം ഇവിടെ നിന്ന് മാറി താമസിക്കണം. ഇപ്പോൾ കുറുവ സംഘം ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി നഗരസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശമാണ് നഗരസഭ നൽകിയിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലാണ് ഇവരെ എങ്ങോട്ടാണ് മാറ്റുന്നത് 2 ദിവസത്തിനുള്ളിൽ? നഗരസഭയുടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോളെന്ന് വലിയൊരു ഹോളുണ്ട്. ആ ഹോളിലേക്കാണ് നമ്മൾ തൽക്കാലം ഇന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവർ പറയുകയാണ് അവർ തന്നെ മറ്റന്നാൾ ഇതെല്ലാം പൂർണ്ണമായി നീക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ പ്രായമായ ആളുകളും അതുപോലെ കൊച്ചു കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വേറൊരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് 2 ദിവസം കൊടുത്തിട്ടുള്ളത്. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് ഇവർ മാറിയില്ല എങ്കിൽ പൂർണ്ണമായി ഈ പറയുന്ന സാധനങ്ങളെല്ലാം നഗരസഭ തന്നെ കണ്ടുകെട്ടി ഇവർ നമ്മൾ വേറെ ഏതെങ്കിലും ഷട്ടിൽ ഞങ്ങളുടെ നഗരസഭയിൽ താമസിക്കില്ല. പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെയും കൂടെ അഭിപ്രായം തേടി ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റും. സുജയ, ഓർക്കേണ്ട കാര്യമുണ്ട്, കൊച്ചിയുടെ തീരദേശങ്ങളിലെല്ലാം ഇത്തരം കുട്ടവഞ്ചിക്കാരെ കാണാം. ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് ഇതുപോലെ പാലത്തിനടിയിലേക്ക് തമ്പടിക്കുന്ന കാഴ്ച പല ഭാഗത്തും കാണാനാകുന്നുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രമസമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ടോ? ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് തോന്നുന്നു 10-12 വർഷമായിട്ടുള്ള ആൾക്കാരാണ്. ഇത് കർണാടക സ്റ്റേറ്റിൽ നിന്ന് മൈസൂർ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ കണക്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നിട്ട് ക്രിമിനൽസ് ഇവിടെ കൂടിയത്, കുറുവാ സംഘം. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തത് ഇവരാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നഗരസഭയിൽ തന്നെ ഇന്ന് ഒത്തിരി പരാതികൾ വന്നിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പരാതി വന്നിട്ടുണ്ട്. കാരണം പരമ്പരാഗതമായിട്ട് മത്സ്യം പിടിക്കുന്ന ഒത്തിരി ആളുകൾ ഇതിനെതിരെ വന്നിട്ടുണ്ട്. അസോസിയേഷനുകൾ ഇവിടുന്ന് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവരെ പൂർണ്ണമായി ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് നഗരസഭ ഈ തീരുമാനം എടുത്തത്. കുറുവാ സംഘത്തിന് ഏത് സാഹചര്യത്തിലാണ് ഇവർ സംരക്ഷണം ഒരുക്കിയത്? അതിനെ സംബന്ധിച്ച് എന്താ വിശദീകരണം പറഞ്ഞത്? ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ രാത്രി സമയങ്ങളിൽ ഇരുകൂട്ടരും മദ്യപിച്ച് ഇവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതുപോലുള്ള ഒരു ഒത്തുകൂടൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഇന്ന് പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കാൻ തീരുമാനിച്ച് നഗരസഭയുടെ കണ്ടിജൻറ്റുകാരും ഇവിടെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരും കൗൺസിലേഴ്സും എല്ലാം ഇവിടെ പങ്കെടുത്തത്. അപ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വർഷങ്ങളായി താമസിക്കുന്നവരാണ് ഈ പാലത്തിനിടയിൽ ഇവരെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉയരും വരെ ഇത് സംബന്ധിച്ചൊരു നീക്കം നടത്താതിരുന്നത്? ഇവിടെ മാത്രമല്ല, വർഷമായിട്ട് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ആൾ താമസമില്ലാത്ത ഫ്ലാറ്റിലാണ് അവിടെ ഒരു കൊച്ചുകുട്ടി ഇതുപോലെ തൂങ്ങി മരിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടി. ഇതിന് ലക്ഷോർ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇതിന് മുമ്പ് താമസിച്ചിട്ടുണ്ട് ഇവർ തന്നെ. ഇതിൽ നിന്നൊരു കുഞ്ഞുകുട്ടി, എനിക്ക് തോന്നുന്നു 1.5 വയസ്സുള്ളൊരു കുട്ടി രാത്രി അറിയാതെ വെള്ളത്തിൽ പോയി ആ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ മാത്രമല്ല ഈ പരിസരത്തെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 വർഷങ്ങളായിട്ട് ഈ മരട് നഗരസഭയുടെ തന്നെ നെട്ടൂരും മരടുമായിട്ട് പല പ്രദേശങ്ങളിലും ഇവിടെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്തേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഈ വിഷയം ഉണ്ടാകാൻ കാരണം. സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറും, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ഇവർ മാറിയില്ലെങ്കിൽ എന്തായിരിക്കും നീക്കം? മാറിയില്ലെങ്കിൽ ഇവർ പൂർണ്ണമായിട്ട് ഈ പറയുന്നത് പോലെ ഇവരുടെ ഈ പറയുന്ന ഉപകരണങ്ങളെല്ലാം നഗരസഭ തന്നെ കണ്ടുകിട്ടും.
ഇവരെ നമ്മൾ ഈ നഗരസഭയുടെ ഷട്ടിൽ നമ്മളിപ്പോൾ മറ്റന്നാളാണെങ്കിൽ നഗരസഭ വേറെ സ്ഥലങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകും. കാരണം അത് പോലീസുമായി ബന്ധപ്പെട്ട് അവരോട് ആലോചിച്ചുകൊണ്ടായിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം നഗരസഭ ഇന്ന് പിടിക്കുകയും ഇവിടുന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമാണ് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനം എടുത്തിരുന്നത്. അപ്പോൾ മറ്റന്നാൾ ഇവർ പൂർണ്ണമായി മാറാമെന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ മറ്റന്നാൾ മാറേണ്ടി വരും. കാരണം നഗരസഭ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി ഞങ്ങൾ കൊടുക്കില്ല. സുജയ, ഇതിൽ ഓർക്കേണ്ട കാര്യമുണ്ട്. മറ്റന്നാൾ ഇപ്പോൾ നഗരസഭാ ചെയർമാൻ പറഞ്ഞതും അനുസരിച്ച് അതുതന്നെയാണ് സുജയ നമ്മൾ ഓർക്കേണ്ട വിഷയം. നഗരസഭാ ചെയർമാൻ ഇപ്പോൾ പറയുന്നു 2 ദിവസത്തിനുള്ളിൽ ഇന്ന് ഇവിടെ നിന്ന് ഇവരെ കുടിയൊഴിപ്പിക്കുകയായിരുന്നുവെങ്കിൽ താൽക്കാലിക സംവിധാനം ഇവർക്കൊരുക്കിയേനെ. പക്ഷേ 2 ദിവസത്തിന് ശേഷം വന്ന് ഇവരുടെ ഉത്തരവാദിത്വത്തിൽ ഇവർ മാറേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുമോ അതൊക്കെ സ്വാഭാവികമായും നഗരസഭ തന്നെ നിരീക്ഷിക്കുമായിരിക്കും. എങ്കിലും ഇവിടുത്തെ ഒരു പ്രശ്നം കാലാകാലങ്ങളായി ഇത്തരത്തിൽ ഇങ്ങനെ ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളികൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രശ്നം ഇവർക്ക് തിരിച്ചു പോകുന്നില്ല. ഇവരിവിടെ തന്നെ കുട്ടികൾ, ചെറിയ കുട്ടികളെ വരെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ മറ്റൊരു ഭാഗത്തേക്ക് മാറി അവിടെ താമസമാക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് സ്വാഭാവികമായും താമസരേഖകൾ അടക്കമുള്ള ഒരു സ്ഥലം ഉറപ്പാക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി എവിടെയുണ്ട്. ലേബി സജീന്ദ്രനാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.